Hello everyone, welcome back to my channel Glimpse of Zephania. ഇന്ന് നമുക്ക് നല്ല ബിസി ആയിട്ടുള്ള ഒരു ഡേ ആണ്. സോ നമ്മുടെ ഡേ സ്റ്റാർട്ട് ചെയ്യുന്നത് നമ്മുടെ സ്വന്തം സലൂണിൽ നിന്നാണ്. നമുക്ക് ഇന്ന് രാവിലെ ഒരു ക്ലയന്റ് ഉണ്ട്. ക്ലയന്റിന്റെ അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞിട്ട് വേണം നമുക്ക് വിമൻ മോട്ടോർസ്കോറിന്റെ ഫസ്റ്റ് ആനിവേഴ്സറിക്ക് പോകാൻ വേണ്ടിയിട്ട്. നെട്ടൂരുള്ള ഷുഗേഴ്സ് ഹോട്ടലിൽ വെച്ചിട്ടാണ് നമ്മുടെ ഇവന്റ് നടക്കുന്നത്. അവിടെ എനിക്ക് തോന്നുന്നു ഓൾമോസ്റ്റ് ഒരു 10 മണി 11 മണിയൊക്കെ ആകുമ്പം ഫംഗ്ഷൻ സ്റ്റാർട്ട് ചെയ്യും. എനിക്ക് ഇവിടുന്ന് എപ്പോ പോകാൻ പറ്റുമെന്ന് എനിക്കറിയില്ല. ഈ വർക്ക് കഴിഞ്ഞിട്ട് വേണം എനിക്ക് അങ്ങോട്ട് പോകാൻ വേണ്ടിയിട്ട്. അപ്പൊ അവിടെ ചെന്നിട്ട് ഇവന്റ്സ് ഉണ്ട്, പിന്നെ നമുക്ക് ഒരു റൈഡൊക്കെ പോകണ്ടെന്ന് പറയുന്നുണ്ട്. അപ്പൊ ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആണ്. കുറെ നാൾക്ക് ശേഷമാണ് ഇപ്പൊ ഞാൻ വിമൻ മോട്ടോർസ്കോറിലെ ആൾക്കാരെ കാണാൻ വേണ്ടി പോണത്. ലാസ്റ്റ് എനിക്ക് തോന്നുന്നു വിമൻസ് ഡേയുടെ അന്ന് ഞങ്ങളൊരു റൈഡ് പോയായിരുന്നു മാർച്ചില്. അത് കഴിഞ്ഞിട്ട് പിന്നെ എനിക്ക് ഒരു റൈഡും പോകാൻ പറ്റിയിട്ടില്ല. കാരണം എക്സാംസും വർക്കൊക്കെ ആയിട്ട് കുറെ ബിസി ആയിരുന്നു. അപ്പൊ അത് കഴിഞ്ഞിട്ട് നമുക്ക് എല്ലാരും പോയി മീറ്റ് ചെയ്യണം. ഫസ്റ്റ് ആനിവേഴ്സറി സെലിബ്രേഷൻ ആണ്. ഭയങ്കര എക്സൈറ്റഡ് ആണ്. നമുക്കപ്പോ വർക്ക് കഴിഞ്ഞിട്ട് കാണാം. Right? I should have. I don't have time to make. Even I also don't have. But still. നമ്മള് വിമൻ മോട്ടോർസ്കോറിന്റെ ആനിവേഴ്സറിക്ക് പോവാൻ റെഡിയായി. ആക്ച്വലി ഞാൻ നല്ല ലേറ്റ് ആണ്. എനിക്ക് ക്ലയന്റ് വന്നു, അറ്റൻഡ് ചെയ്ത് ഞാൻ ലേറ്റ് ആയി പോയി. അപ്പൊ ഇനി നമുക്ക് വേഗം അങ്ങോട്ട് പോകാം. നെട്ടൂര് പോണ വഴി അവിടെയാണ് നമുക്ക് ലൊക്കേഷൻ വന്നത്. അപ്പൊ അവിടെ നമുക്ക് വേഗം എത്തണം. അപ്പൊ വേഗം പോവാം. ഇനി അവിടെ എത്തിയിട്ട് കാണാം. രാവിലെ വെച്ചിട്ട് ഈ ഫംഗ്ഷന് പോകാൻ വേണ്ടിയിട്ട് ഡ്രസ്സൊക്കെ എടുത്ത് വെക്കുന്ന സമയത്ത് ഞാൻ ആലോചിച്ചത്, കഴിഞ്ഞ ദിവസങ്ങളിൽ മഴയൊക്കെ പെയ്തിട്ട് എന്റെ ഷൂസ് എല്ലാം നനഞ്ഞ് അലമ്പായിട്ടിരിക്കണെന്ന്. അപ്പൊ എന്തായാലും നമുക്ക് ആ ഷൂസ് ഇട്ടൊന്നും പോകാൻ പറ്റില്ല, പുതിയ ഷൂസ് വാങ്ങിക്കണം. അപ്പൊ ഞാൻ മൈജിയുടെ അടുത്തുള്ള സോൾമേറ്റ്സ് എന്ന് പറഞ്ഞ ഒരു ഷോപ്പിലാണ് വന്നേക്കുന്നത്. ഇത് സാവിന്റെ ഫ്രണ്ടിന്റെ ഷോപ്പാണ്. അപ്പൊ ഞാൻ നേരത്തെ എന്റെ ഷൂസ് ഒക്കെ വാങ്ങിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇവിടെ തന്നെയാണ് വന്നിട്ടുള്ളത്. അപ്പൊ നമ്മള് ഇവിടെ പോയി ഒരു ഷൂസ് നമുക്ക് സെലക്ട് ചെയ്യണം. ഓൾറെഡി നമ്മൾ ലേറ്റ് ആണ്, ടൈം കളയാണ്ട് നമുക്ക് വേഗം പോയിട്ട് ഒരു ഷൂസ് സെലക്ട് ചെയ്തിട്ട് നേരെ വിടാം. ഒരു ഹായ് പറഞ്ഞോ. ഞാൻ എന്റെ ഷൂസ് സെലക്ട് ചെയ്തു. കൊള്ളാല്ലേ? സെറ്റ്. എനിക്ക് നല്ല പൊക്കം വെച്ച്. അതെ, ഈ ഡ്രസ്സിന്റെ കറക്റ്റ് കളറ്. നല്ല ഹൈറ്റ് ആയി. ഇനിയിപ്പൊ എനിക്ക് വണ്ടി ഓടിക്കുമ്പോ കുഴപ്പമില്ലല്ലോ, ഹൈറ്റ് ഇട്ട്. അപ്പ പരിപാടിക്ക് പോവാ. ബൈ. ഹായ്. ബ്ലോഗാണ്. കുറച്ച് നേരത്തെ പോയല്ലേ. സാരിയോ? അതെ. ഹായ്. യൂട്യൂബറാ. ഹായ് പറഞ്ഞു. It's a power pack and I feel very happy to join in this team and looking forward a good company and we will come together. Okay, so ഇന്ന് ഞാനിവിടെ കണ്ടു മിസ്ലിയാണെന്ന്. എന്താ പറയാ, ശരിക്കും എല്ലാവരും കുട്ടികൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ മിസ്ലിയുടെ കുട്ടികളാണിത്. and she is struggling to manage and to keep you all quiet. എനിക്ക് എന്റെ കിണ്ടർഗാർട്ടനിലാണ് ഓർമ്മ. ആണോ? രാവിൽ നിന്റെ പൂമുഖം കണ്ട് പുളകം കൊണ്ട് നെല്ലിടം കാറ്റ്
അതന്നെ എടുക്കണേ. ആ വരവ് കണ്ടപ്പോഴേ എനിക്ക് മനസ്സിലായി. ഹലോ, വാഗമൺ റൈഡിന് ശേഷം എപ്പോഴാണ് മോട്ടോസ്കോണിന്റെ ബാഡ്ജ് കീച്ച് ഹിൽ. ഈ രണ്ടുപേരാണ് ഗൈസ് വിമൻ മോട്ടോസ്കോണിന്റെ മെയിൻ തല. ഇതാണ് മെയിൻ അല്ലേ? അടുത്ത മെയിൻ 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 ഒടുക്കത്തെ മെയിൻ. അപ്പൊ പറഞ്ഞേ ഒടുക്കത്തെ മെയിൻ. മാൻഡേറ്ററി മിറർ സെൽഫി. അത് ശരി, പോസ് ചെയ്യണം. ലഞ്ച് കഴിക്കാൻ പോവാ. കഴിച്ചാ? ഓക്കെ. സുന്ദരി. ഞാൻ കണ്ടില്ല കൂട്ടാ. അതെ അതെ അതെ. കുറച്ച് സ്ലോ മോഷനാണ്. ഗോബി മഞ്ചൂരിയൻ ടേസ്റ്റ് ചെയ്യാം. പപ്പടത്തിനൊരു കുറവ് വേണ്ട. ഓക്കെ, ഫുഡ് എടുക്കാൻ ലേറ്റ് ആയപ്പോൾ ഇത്രയും വലിയ ക്യൂ ആയോടെ. ഇത് നമുക്ക് ഐസ്ക്രീം എടുക്കാം. എന്താ ഫ്രൂട്ട് സാലഡ്? അപ്പം നമ്മുടെ ഫുഡ് അടി പരിപാടിയൊക്കെ കഴിഞ്ഞ് ഇനി നമുക്കൊരു റൈഡ് ഉണ്ട്. അപ്പം അതിന് വേണ്ടിയിട്ട് നമുക്ക് വണ്ടി എടുക്കാം. ഇന്നത്തെ പ്രോഗ്രാം നടന്നത് ഹോട്ടൽ ഷുഗറിൽ വെച്ചിട്ടായിരുന്നു. ഇനിയിപ്പോൾ റൈഡിന് പോകാൻ വേണ്ടി എല്ലാവരും റെഡി ആയിട്ട് നിൽക്കുന്നു. ഞാൻ
മരത്താമലയെ കൊണ്ടുവന്നില്ല വരെ മരത്താമല കൊണ്ടുവന്നില്ല വരെ ബൈ. അതെ വരാം 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 വരാം. മലയാളികളും ഇതിലാടി വരും ചില പുതുവഴി അറിയും നാടുകളിൽ നീട്ടി വരും. ഓക്കെ നമസ്കാരം. ടോക്കിയോ ട്രിപ്പ് ഇവിടെ കഴിയുമ്പോ തല കറങ്ങും. ഒരു റൂമില് പെട്ട പോലില്ലേ? അതിന്റെ പുറകെ ചോദിക്കട്ടെ വണ്ടി ഇങ്ങനെ ഓടിക്കാൻ അച്ചക്കൂടെ നിലത്ത് വടി കിടക്കട്ടെ എന്തിനെന്തൊക്കെ പേര് വരിക ഫസ്റ്റ് മാർക്കിങ് പിന്നെ ഇങ്ങനെ മേളിങ്ങനെ മാർക്കി എങ്ങോട്ടുണ്ട്? നമ്മളിവിടെ 22 P3. സൈന പെടലി വേനാണ് ഗൈസ്. എല്ലാവരും പറയാം സൈന പെടലി വേനാണ് പാവം. നമ്മിപ്പോൾ എന്തിനാണ് നയിക്കണത്? നമ്മ സുമതി വളരെ സിനിമ കാണാൻ വേണ്ടിയിട്ട് ഫോറന്മാളിൽ ഉണ്ടാക്കണം. അപ്പോൾ കാണാം, കണ്ടിട്ട് നമ്മൾ നല്ല ലേറ്റ് ആയിട്ടുണ്ട്. അതെല്ലായിടത്തും ലേറ്റ് ആണല്ലോ. 10 മണിക്കാണ്, പക്ഷേ 9:57 ഓടിച്ചല്ലേ. In case of an emergency, do not panic. Our staff will assist you to the nearest exit. ഒഴിഞ്ഞു കിടക്കണ ഫോറന്മാർ. പിന്നെ നടന്നു വന്നിട്ട്
ഇനി പാർക്കിംഗ് കണ്ടുപിടിക്കാം. 4 കൂടെ വന്നിട്ടുണ്ട്. കാറ് വെട്ടക്കണം എന്ത് അമ്പലം അറിയാം. അയാള് മറ്റേ ഈസി ആയിട്ട് പറഞ്ഞ ഇങ്ങനെ നടന്നങ്ങോട്ട് വണ്ടി നമ്മളെ എനിക്കൊന്ന് എല്ലാ ഫ്ലോറിലും പോയിട്ട് പാർക്കിങ്ങില് നോക്കേണ്ടി വരും വണ്ടി ഉണ്ടാകുന്നത്. പാർക്കിങ്ങിലേക്ക് എൻട്രി ഇല്ലടാ. അവിടെ നിന്നില്ല, പക്ഷെ നമ്മള് മേളിലാണ് പാർക്ക് ചെയ്തേക്കണത്. ഇവിടെ മേളിലായിട്ട് പോണം. അതല്ലടാ ഇവിടെ ചെന്നാലും ഇവിടെ കണ്ടുപിടിച്ചു നമ്മുടെ വണ്ടി നമ്മൾ കണ്ടുപിടിച്ചു ഗൈസ്. എവിടെ കിടക്കുന്നു? P3. നേരത്തെ വീഡിയോ എടുത്ത് വെച്ചുകൊണ്ടിട്ട് പില്ലർ നമ്പർ കിട്ടി. ഒഴിഞ്ഞു കിടക്കണ ബാക്കി അല്ലെങ്കിൽ എന്ത് തിരക്കായിരിക്കും. സമയം 12:50. ഇനി ലൂപ്പ് ഇറങ്ങും. അങ്ങനെ നമ്മൾ തിരിച്ച് വീട്ടിലെത്തി. ഇന്നത്തെ പരിപാടിയെല്ലാം കഴിഞ്ഞു. ഇപ്പൊ സമയം 1:30 ആവാറായിട്ടുണ്ട്. നല്ല ഉറക്കം വരുന്നുണ്ട്. അപ്പൊ നമുക്ക് ഇന്നത്തെ വീഡിയോ വൈൻഡപ്പ് ചെയ്യാം. അപ്പൊ എന്റെ വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അപ്പൊ അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നവരെ ബൈ.